എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഇതിന് തൊട്ട് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു സൈക്കോളജിസ്റ്റായ എനിക്ക് പോലും പാനിക് അറ്റാക്ക് വന്നിരുന്നു. ആ പാനിക് അറ്റാക്ക് എനിക്ക് ആദ്യമായി വന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. അതിനുശേഷവും ഒരുപാട് തവണ എനിക്ക് പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ പാനിക് അറ്റാക്കിൽ, അതായത് ആദ്യമായി ഉണ്ടായ പാനിക് അറ്റാക്കിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമതും മൂന്നാമതും വന്ന പാനിക് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ചെറുതായി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ പാനിക് അറ്റാക്ക് അനുഭവിച്ച ആളാണ്. അതിനുശേഷം ഉണ്ടായ ഓരോരോ സിംറ്റംസും വളരെ ഭംഗിയായി അനുഭവിച്ച ഒരാളാണ്. അതിന്റെ കൂടെ തന്നെ ആങ്സൈറ്റി ഡിസോർഡർ അനുഭവിച്ച ആളാണ്, ഡിപ്രഷൻ അനുഭവിച്ച ആളാണ് എന്നുള്ളത് ഞാൻ ഈ ഇതിനു മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കിയിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, പാനിക് അറ്റാക്ക് നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നാൻ തുടങ്ങുമ്പോൾ, പാനിക് അറ്റാക്ക് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. 4 or 5 പാനിക് അറ്റാക്കിന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. ഏറ്റവും ആദ്യമായി ഞാൻ അനുഭവിച്ചത് മരണഭയം തന്നെയാണ്. ഞാനിപ്പോൾ മരിച്ചു പോകുമോ? ഈ പാനിക് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഹൃദ്രോഗത്തിന് കാരണമായിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റ് സ്ട്രോക്ക് പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമായിട്ടുണ്ടോ? BP വല്ലാതെ കൂടുമോ എന്നെല്ലാം ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. രാത്രി 12 മണി 1 മണി വരെ ഉറക്കമില്ലാത്ത രാവുകൾ. അതിനുശേഷം ഉറക്കം എന്ന് പറയുന്നത് തന്നെ ഒരു മയക്കമായിരിക്കും. രാത്രി 3 മണി 4 മണിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് അയ്യോ ഞാൻ ഇപ്പോൾ മരിച്ചു പോകുമോ എന്നുള്ള രീതിയിൽ ഹാർട്ട് ബീറ്റ് കൂടുന്ന തരത്തിലുള്ള അവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിരുന്നു. കണ്ടിന്യൂസ് ആയി കുറേയധികം ദിവസം മരണഭയം ഞാൻ അനുഭവിച്ചിരുന്നു. മരിച്ചു പോകുമോ എന്നുള്ള പേടിയുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ മരണഭയം എൻ്റെ മനസ്സിനെയും എൻ്റെ പ്രശ്നയെയും എൻ്റെ ബിഹേവിയറിനെയും വളരെയധികം ഉപദ്രവിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചിരുന്നത് മരണഭയം തന്നെയാണ്. ഇവിടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, ഈ പാനിക് അറ്റാക്ക് 30-40 പ്രാവശ്യം അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഇതിന് ശേഷമുണ്ടായ ഈ പ്രശ്നങ്ങളെ മുഴുവൻ ഞാൻ ആ സമയത്ത് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് ഞാൻ അതിനെ വളരെ ഭംഗിയായി തരണം ചെയ്തു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇത്രയും കാലം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റി. അന്നത്തെ ആ എപ്പിസോഡ്സ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 15 വർഷമായി. ഈ 15 വർഷമായി എനിക്ക് മറ്റ് ശാരീരിക മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല. അത് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പാനിക് അറ്റാക്ക് വരും. പാനിക് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെയും ഈ വീഡിയോയിൽ ഇനി പറയാൻ പോകുന്ന പോലെയുമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാം. പക്ഷേ അതൊന്നും സ്ഥിരമല്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ താനെ മാറിക്കോളും എന്നുള്ളത് മനസ്സിലാക്കണം. പാനിക് ഡിസോർഡറിന്, പാനിക് അറ്റാക്കിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ ചെയ്താൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യവുമില്ല. അവയെല്ലാം താനെ ഇല്ലാതായിക്കോളും. ഇതൊന്നും ഒരു ഭ്രാന്ത് എന്നുള്ള അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ മാഡ്നസ് എന്നുള്ള അവസ്ഥയിലേക്ക്, സ്കിസോഫ്രേനിയ അല്ലെങ്കിൽ സൈക്കോസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരു കാരണവശാലും കൺവേർട്ട് ആവില്ല എന്നും ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. മരണഭയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അടുത്തതായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഞാൻ എന്തെങ്കിലും ക്രൈം ചെയ്യുമോ, മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ, പെൺകുട്ടികളെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ സ്ത്രീകളെ ഞാൻ ഉപദ്രവിക്കുമോ, എൻ്റെ ആ ബോധം നഷ്ടപ്പെട്ട് ഞാൻ പോലും അറിയാതെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തു പോകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ പ്രശ്നമായി ഉണ്ടായിരുന്നത്. അതും കുറേ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം താനെ അതില്ലാതാവുകയും ചെയ്തു. അടുത്തത് ഉണ്ടായിരുന്നത് അഗോരാഫോബിയ എന്ന് പറഞ്ഞ പ്രശ്നം. അതായത് ഇതിനു മുന്നേ പാനിക് അറ്റാക്ക് ഉണ്ടായ സ്ഥലങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും പോകാൻ ഞാൻ വളരെയധികം പേടിച്ചു. വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിച്ചു. അത്തരം സാഹചര്യങ്ങൾ, ഇതിനു മുമ്പ് പാനിക് അറ്റാക്ക് ഉണ്ടായ സ്ഥലങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും കാണുമ്പോഴെല്ലാം എൻ്റെ നെഞ്ചിരിപ്പ് വളരെയധികം കൂടുമായിരുന്നു. എനിക്ക് ആങ്സൈറ്റി പ്രോബ്ലംസ് ഉണ്ടാവുമായിരുന്നു. അതേപോലെ ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങുവാനും വളരെയധികം പേടിച്ചിരുന്നു. ഇതിന് അഗോരാഫോബിയയുടെ ഒരു ഭാഗമായി പറയാം. അടുത്തത് ക്ലോസ്ട്രോഫോബിയ. ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളാണ് പറയുന്നത്. ക്ലോസ്ട്രോഫോബിയ, അടഞ്ഞ മുറിക്കകത്ത് ഇരിക്കുവാൻ പേടി, വീട്ടിനകത്ത് വാതിലടച്ചിരിക്കുവാൻ പേടി, ബാത്റൂമിനകത്ത് വാതിലടച്ച് ബാത്റൂമിലേക്ക് പോകാൻ പേടി, ഏതെങ്കിലും ബസ്സിനകത്തോ അല്ലെങ്കിൽ കാറിനകത്തോ ലിഫ്റ്റിലോ യാത്ര ചെയ്യുവാനുള്ള പേടി. അതായത് അടഞ്ഞ മുറി, അടഞ്ഞ സാഹചര്യം എവിടെയാണെങ്കിലും അതിനകത്തേക്ക് പോകാനുള്ള പേടി. അതിനകത്തേക്ക് പോയാൽ തന്നെ എത്രയും വേഗം പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു അദമ്യമായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആങ്സൈറ്റി ഇതുണ്ടാവുമായിരുന്നു. ഇതിന് വേണമെങ്കിൽ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയാം.
ആ സമയത്ത് വളരെയധികം സൗണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ചെറിയ ശബ്ദം കേൾക്കുമ്പോൾ പോലും ഞെട്ടുന്ന ഒരു സാഹചര്യം. വളരെ ചെറിയൊരു ശബ്ദം, ആരെങ്കിലും വന്നതിന്റെ തോളിൽ ചെറുതായിട്ട് കൈവച്ചാൽ പെട്ടെന്ന് ഞെട്ടുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് കുറെ ദിവസത്തോളം ഉണ്ടായിരുന്നു. സൗണ്ട് സെൻസിറ്റിവിറ്റിയും ഉണ്ടായിരുന്നു, അതേപോലെ ടച്ച് സെൻസിറ്റിവിറ്റിയും വളരെയധികം കൂടുതലായി ഉണ്ടായിരുന്നു. അടുത്തതായി ഉണ്ടായിരുന്നത് എനോക്ലോഫോബിയ എന്ന് പറയുന്ന ക്രൗഡിനെ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ, ആൾക്കൂട്ടത്തെ കാണുമ്പോഴുള്ള പേടി. ആൾക്കൂട്ടത്തെ എല്ലാം ഞാൻ അവോയ്ഡ് ചെയ്തിരുന്നു. ഏകദേശം 2-2.5 വർഷത്തോളം ഒരു ഉത്സവത്തിനും പോയിട്ടില്ല, ഒരു സിനിമാ തിയേറ്ററിലും പോയിട്ടില്ല. ഈ സിനിമാ തിയേറ്റർ എന്നുള്ളത് രണ്ടായി കാണണം. ഒന്ന് ക്ലോസ്ട്രോഫോബിയ, അതായത് അതിനകത്ത് പോകാനുള്ള പേടി, അടഞ്ഞിരിക്കുന്ന അന്തരീക്ഷമായതുകൊണ്ട് അതിനകത്ത് പോകാനുള്ള പേടി. രണ്ടാമത് അതിലെ ജനങ്ങളെ, ആ ആൾക്കൂട്ടത്തെ പേടി, എനോക്ലോഫോബിയ എന്ന് പറഞ്ഞ ഈ പ്രശ്നവും ഞാൻ അനുഭവിച്ചിരുന്നു. ആ സമയത്ത് പബ്ലിക് സ്പീക്കിംഗ്, അതായത് കുറച്ച് ആളുകൾ കൂടുതലുള്ളപ്പോൾ ഈവൻ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് പോലും സംസാരിക്കാനോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനോ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനോ ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. 1-2 ആളുകൾ കൂടിയ സ്ഥലത്ത് എനിക്ക് സംസാരിക്കാൻ, അതിൽ കൂടുതൽ ആളുകൾ കൂടിയ സ്ഥലത്ത് എനിക്ക് സംസാരിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആങ്സൈറ്റി സിംപ്റ്റംസ് തന്നെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുക, വേർക്കുക, ഒരുതരം ഇപ്പോൾ ഞാൻ മരിച്ചു പോകും, അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്ത എനിക്കുണ്ടാവുമായിരുന്നു. അടുത്തത് ഹോഡോഫോബിയ, ട്രാവലിങ്ങിനെ പേടി, യാത്ര ചെയ്യുന്നതിന് പേടി. അതിലൊന്നാമത്തെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ്ട്രോഫോബിയ, വണ്ടിക്കകത്ത് കയറിയാലുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത് ദൂരസ്ഥല, വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനേ പേടിയുള്ള ഒരാൾ എങ്ങനെയാണ് യാത്ര ചെയ്യുക? അപ്പോൾ അതിന് യാത്ര ചെയ്യുവാനുള്ള പേടി എന്നും പറയാം. അഗോരാഫോബിയ ഉണ്ടായിരുന്നു, ഗ്ലോസോഫോബിയ ഉണ്ടായിരുന്നു, ഇപ്പോൾ യാത്ര ചെയ്യുവാനുള്ള പേടിയും ഉണ്ട് അതിന്റെ കൂടെ തന്നെ. അടുത്തത് ആക്രോഫോബിയ എന്ന് പറയുന്ന ഉയരങ്ങളെ പേടി. കോണിപ്പടി കയറുന്നതിനും, ഒരു നില ഉയരമുള്ള കെട്ടിടങ്ങളിൽ നിന്നും താഴത്തേക്ക് നോക്കിയാൽ ഞാനിപ്പോൾ ചാടുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എന്റെ കൈകാലുകൾ വിറയ്ക്കുന്നു, തല കറങ്ങുന്ന പോലെ തോന്നുന്നു, പെട്ടെന്ന് അവിടെ നിന്നും പുറകോട്ട് വലിഞ്ഞ് ഉയരത്തെ ഞാൻ കാണാത്ത സ്ഥലത്തേക്ക് മാറി നിൽക്കുവാനുള്ള ഒരു അങ്ങേയറ്റത്തെ പ്രവണത. അത് ചെയ്തില്ലെങ്കിൽ വളരെയധികം ആങ്സൈറ്റി കൂടുന്ന, നെഞ്ചിരിപ്പ് കൂടുന്ന ഒരു പ്രവണത ആ സമയത്തുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ വരുന്നത് ഫിയർ ഓഫ് ഫ്ലൈയിങ്. പുറത്തേക്ക് പോകാൻ, വിമാനയാത്ര നടത്തുവാനുള്ള സാഹചര്യം ഞാൻ പരമാവധി ഒഴിവാക്കിയിരുന്നു. സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കാരണവശാലും ഞാൻ പോയില്ല. അതിന് കാരണം അഗോരാഫോബിയ ഒരെണ്ണം അത് തന്നെയാണ്. പുറത്തേക്ക് പോകാനുള്ള, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും പോകാനാകാത്ത ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യുക? ഞാൻ എങ്ങനെയാണ് എയറോപ്ലെയിനിൽ യാത്ര ചെയ്യുക? അതും ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. അടുത്തതായി ആസ്ട്രാഫോബിയ എന്ന് പറയുന്ന ഇടിമിന്നലിനെ വളരെയധികം പേടിച്ചിരുന്നു. സൗണ്ട് സെൻസിറ്റിവിറ്റി അതിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ കൂടെ തന്നെ ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു മുക്കിലേക്ക് ഒതുങ്ങിക്കൂടുമായിരുന്നു, പേടിച്ച് വിറച്ച്. അതും കുറെ ദിവസത്തേക്കുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ഫോബിയ എന്ന് പറയുന്ന വണ്ടി ഓടിക്കുന്നതിനുള്ള പേടി, അത് സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും കാർ ആണെങ്കിലും ഓടിക്കുവാനുള്ള പേടി, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പേടിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഫിയർ ഓഫ് ഡ്രൈവിംഗ് ആയിട്ട് അത് പിന്നീട് കൺവേർട്ട് ആവുകയും ചെയ്തു. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ, ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യുമോ, ഞാൻ എന്നെ മുറിവേൽപ്പിക്കുമോ, വേദനിപ്പിക്കുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ, ഇവൻ മറ്റുള്ളവർ എന്നെ അപായപ്പെടുത്തുമോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ്, ആകെ പേടി, പരിഭ്രമം, ഒരുതരം ഉത്കണ്ഠ, നെഞ്ചടിപ്പ് കൂടുക, അത്തരം സാഹചര്യങ്ങൾ ഒരുപാട് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തോട് കൂടി ഉണ്ടായിരുന്ന മറ്റൊരു കാര്യമാണ് ഹെൽത്ത് ആങ്സൈറ്റി. ശാരീരികമായും മാനസികമായും എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, ഇനി ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ, ഹൃദ്രോഗമായാലും സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളായാലും, ബ്രെയിനിന്റെ പ്രശ്നങ്ങളായാലും, വയറിന്റെ പ്രശ്നങ്ങളായാലും, ശരീരത്തിന്റെ ഓരോ അവയവത്തെയും ഞാൻ വളരെയധികം സൂക്ഷിച്ച് ഫോക്കസ് ചെയ്ത് പേടിച്ചിരുന്നു. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന രീതിയിൽ ഹെൽത്ത് ആങ്സൈറ്റി എന്നൊരു പരിധി വരെ പറയാം. അതിനെയും ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. ഹൈപ്പോകോൺട്രിയാസിസ് എന്ന് പറയുന്ന ആ പ്രശ്നവും എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇതെല്ലാം എന്തിനാണ് നിങ്ങളോട് പറയുന്നത്? എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായതിനു ശേഷം ഞാൻ എൻ്റെ ആ 2 വർഷത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം പലതരം ഫോബിയകളും പേടികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇതെന്തിനാണ് എന്ന് ഓർത്ത് നോക്കും. അതായത് ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. നിങ്ങളിൽ ഓരോരും എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. സാറിന് ഇതുണ്ടായിരുന്നോ, സാറിന് അതുണ്ടായിരുന്നോ എന്ന്. എനിക്കിതെല്ലാം ഉണ്ടായിരുന്നു. ഈ ഉണ്ടായതിനു ശേഷവും ഇതിനെല്ലാം ഞാൻ ഭംഗിയായി മാനേജ് ചെയ്ത, പലതും തന്നെത്താനെ പോയി, പലതിനെയും ഞാൻ മാനേജ് ചെയ്തു. എന്നിട്ട് ഈ പാനിക് ഡിസോർഡർ എന്നുള്ള പ്രശ്നത്തിൽ നിന്നും ഞാൻ പൂർണ്ണമായി മോചിതനായി ഇന്നേക്ക് ഏകദേശം 15 വർഷം കഴിയുന്നു. അതായത് ഈ 15 വർഷമായി എനിക്ക് പാനിക് ഡിസോർഡർ ഉണ്ടായിട്ടില്ല, പാനിക് അറ്റാക്ക് ഉണ്ടായിട്ടില്ല. അന്ന് 2 വർഷത്തോളം ഏകദേശം 40ഓളം പാനിക് അറ്റാക്കും ആങ്സൈറ്റി പ്രോബ്ലംസും ഡിപ്രഷനും അനുഭവിച്ച ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്, ശാരീരികമായും മാനസികമായും യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ എന്നുള്ളത് തന്നെയാണ് ഈ ആങ്സൈറ്റി പാനിക് പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും ഗുണപ്പെടുത്താമെന്നും അതൊരു കാരണവശാലും നിങ്ങളുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല എന്നും നിങ്ങൾക്ക് തെളിയിക്കുന്നത്.
നിങ്ങൾക്ക് ഈ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ ആൻസൈറ്റി പ്രോബ്ലംസ്, ഡിപ്രഷൻ എന്നിവ ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ എത്രയും വേഗം ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ട് അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യപ്പെടണം. അവരുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെന്റ് സ്വീകരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഇത് പൂർണ്ണമായിട്ടും ക്യൂറബിൾ ആണ്, മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്.